ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ 2 ദിവസങ്ങളിലായിട്ട്, ഇന്നലെയല്ല 2 ദിവസങ്ങളിലായിട്ട് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിൽ നിന്നും പാർട്ട് 1, പാർട്ട് 2 വീഡിയോയിലൂടെ എന്ത് ചെയ്തു? നമ്മൾ 2024 ഏപ്രിൽ എക്സാമിലേക്ക് വേണ്ടുന്ന ഒരു ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അപ്പം 31 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ. അതിലേക്ക് പോകുന്നതിനും ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ 32 മുതൽ ഏകദേശം ഒരു 36 ക്വസ്റ്റ്യനൊക്കെ കഴിയുമ്പോൾ പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെയാണ്. അത് ആ 3 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ അല്ലാതെ ഈ വൺ വേഡ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അത് പറഞ്ഞു പോയാൽ ശരിയാവത്തില്ല. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലുള്ള 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ 32 എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂള് എ ആണ്, എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അതിൽ നിന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് മാത്രമാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ എൻ്റെ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെന്ന്. മനസ്സിലായില്ലേ? മുൻ വർഷങ്ങളിലെ സ്റ്റുഡൻസ് എല്ലാം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ വർഷം തുറന്നു പറയുകയാണ്, നമ്മൾ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു സപ്പോർട്ടും ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനവും കിട്ടുന്നില്ല. തുറന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, 32ാമത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. എനി 2 രണ്ടെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി, 2 മാർക്കിനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദി റൂൾ ഓഫ് അശോക ദി മൗര്യൻ എംപയർ വാസ് ഓർഗനൈസ്ഡ് ഫോർമലി ഇൻ ടു ഡാഷ്. അതായത് ഡ്യൂറിങ് ദി റൂൾ ഓഫ് അശോക, അശോകൻ്റെ ഭരണകാലത്ത് മൗര്യ സാമ്രാജ്യം വാസ് ഓർഗനൈസ് ചെയ്യുക, ഏകീകരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഫോർമലി ഇൻറ്റു ഡാഷ് എത്രയായിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 5 ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദി ഗ്രേറ്റസ്റ്റ് എംപയർ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദി 4th സെഞ്ച്വറി വാസ് ഡാഷ്. ഇന്ത്യയിലെ 4ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം ഏതായിരുന്നു? ഏത് എംപയർ ആയിരുന്നു? മഗധ എംപയർ ആണ് അവിടുത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദി നോർത്തേൺ ട്രേഡ് റൂട്ട് വാസ് കോൾഡ് ഉത്തരപാത ആൻഡ് ദി സദേൺ റൂട്ട് കാൾഡ് ദക്ഷിണപാത. മനസ്സിലായില്ലേ? വാസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഡാഷ്. അതായത് നോർത്തേൺ ട്രേഡ് റൂട്ട് എന്ന് പറയുമ്പോൾ കച്ചവട പാതയുണ്ടല്ലോ അവരുടെ, അതിനറിയപ്പെട്ടിരുന്നത്, അതായത് നോർത്തിലെ കച്ചവട പാതയെ ഉത്തരപാതയെന്നും നമ്മുടെ ദക്ഷിണഭാഗത്ത് സൗത്തിലേതിനെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ദക്ഷിണപാത എന്നും ആയിരുന്നു. എപ്പോഴായിരുന്നു? അണ്ടർ ദി കൺട്രോൾ ഓഫ് ആരുടെ ഭരണത്തിന് കീഴിലാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത്? മഗധ. 33ാമത്തെ ക്വസ്റ്റ്യൻ. മാക്യുവല്ലി വാസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ടു ഡാഷ്. മാക്യുവല്ലി എന്തിനെയാണ് സ്ട്രോങ് ആയിട്ട് എതിർത്തിരുന്നത്? ആൻഡ് ഹി വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ഡാഷ് ഫോർ മാസ്. സമൂഹത്തിൽ എന്ത് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് അധികം ഫേവർ അല്ലായിരുന്നത് എന്താണ്? അപ്പോൾ മാക്യുവല്ലി സ്ട്രോങ്ലി ഒപ്പോസ്ഡ് 33ാമത്തെ ക്വസ്റ്റ്യനാണ്. മാക്യുവല്ലി എന്തിനെയാണ്? ഓറിയൻ്റലിസം. മാക്യുവല്ലി വാസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ്, എന്തിനെ എതിർത്തിരുന്നു എന്നാണ് അദ്ദേഹം? ഓറിയൻ്റലിസത്തെയാണ്. ഓറിയൻ്റലിസം മീൻസ് അതായത് 18-19 നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ പണ്ഡിത സഭ അല്ലെങ്കിൽ പാശ്ചാത്യ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിലെല്ലാം വരും. ഏതൊക്കെ വരും? സമൂഹത്തെക്കുറിച്ചും മതം, അതുപോലെ തന്നെ ഏതെല്ലാം പുസ്തകങ്ങളെക്കുറിച്ച്, അങ്ങനെ പാശ്ചാത്യ പണ്ഡിത ശാസ്ത്രം, അതാണ് ഓറിയൻ്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കല, സാഹിത്യം, മതം, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു. അതായത് പാശ്ചാത്യ സ്വാധീനം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ മാക്യുവല്ലി എന്ത് ചെയ്തു? സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തിരുന്നു. ആൻഡ് ഹി വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ്, പിന്നെ എന്തിലും അദ്ദേഹം ഫേവർ ആയിരുന്നില്ല. എന്തിലായിരുന്നു? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ ഡാഷിലുള്ളത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ ചെയ്യാനാണ് 2 മാർക്കിന്. ദി അർത്ഥശാസ്ത്ര റെഫേഴ്സ് ടു ഹൗ മെനി ലിംസ് ഓഫ് ദി സ്റ്റേറ്റ്. ലിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവയവങ്ങളെന്ന് പറയാം, ശാഖകളെന്ന് പറയാം, എങ്ങനെ വേണോ നമുക്ക് അർത്ഥം എടുക്കാം. അതായത് അർത്ഥശാസ്ത്ര
എത്ര ഹൗ മെനി ലിംസ്, എത്ര ലിംസ് ആണ് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത് എന്നാണ്. അല്ലെങ്കിൽ എത്ര അവയവം അല്ലെങ്കിൽ എത്ര ശാഖകളായിട്ടാണ് എന്ന് പറഞ്ഞാൽ 7 ആണ് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദി ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ് സമുദ്രഗുപ്ത ഈസ് റെഫേർഡ് ടു ആസ്. ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, ചരിത്രപരമായ രേഖകളിൽ സമുദ്രഗുപ്തൻ ഈസ് റെഫേർഡ്, സമുദ്രഗുപ്തനെ പരാമർശിക്കുന്നത് എന്താണ്? അവിടുത്തെ ആൻസർ ക്യൂബർ എന്നാണ്. KUBER, ക്യൂബർ. നെക്സ്റ്റ് മൂന്നാമത്തേത്, ദി കുഷാന കിങ്സ് കാൾഡ് ദംസെൽവ്സ്. കുഷാന രാജാക്കന്മാർ അവരെ സ്വയം വിളിച്ചിരുന്നത് എന്താ പേരിലാണ്, എന്തെന്നായിരുന്നു? മൂന്നാമത്തേതിൻ്റെ അതിൻ്റെ ആൻസർ സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലേ, സൺസ് ഓഫ് ഗോഡ് എന്നാണ് സ്വയം അവർ വിശേഷിപ്പിച്ചിരുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഡ്യൂറിങ് ദി ചോള പീരീഡ് വിച്ച് ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ്സ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദി ലോക്കൽ കൗൺസിൽ. ഡ്യൂറിങ് ദി ചോള പീരീഡ് എന്ന് പറയുമ്പോൾ ചോള രാജവംശത്തിൻ്റെ ഭരണകാലത്ത് വിച്ച് ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻ, ഏത് ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ക്രിപ്ഷൻ ശിലാലിഖിതം എന്ന് പറയാം, വിവരണം എന്ന് പറയാം. ഏത് എന്താണ് ടെമ്പിൾ, അമ്പല ശിലാലിഖിതങ്ങൾ അല്ലെങ്കിൽ ടെമ്പിൾ ഇൻസ്ക്രിപ്ഷനാണ് എന്ത് ചെയ്തിരുന്നത്? ഇൻസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ്സ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദി ലോക്കൽ കൗൺസിൽ. ലോക്കൽ കൗൺസിലിൻ്റെ ഭരണഘടനയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് ആരുടെ? ചോള കാലഘട്ടത്തിൽ ഏത് ടെമ്പിൾ ഇൻസ്ക്രിപ്ഷനാണ്? 35ാമത്തേൽ ഒന്നാമത്തേത്, അതിൻ്റെ പേരാണ് ഉത്തരമേരൂർ എന്നാണ്, ഉത്തരമേരൂർ. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് മാർക്കിനാണ്, 2 എഴുതിയാൽ മതി. അതിൽ രണ്ടാമത്തേത്, ഹൂ ഫൗണ്ടഡ് ദി ഏഷ്യാറ്റിക് സൊസൈറ്റി ഇൻ 1785. 1785 ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് ആരാണ്? വില്യം ജോൺസ്. ആരാണ്? വില്യം ജോൺസ്. നെക്സ്റ്റ് മൂന്നാമത്തേത്, അണ്ടർ വിച്ച് പ്രൊവിഷൻ യൂണിവേഴ്സിറ്റീസ് അറ്റ് കൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെ വെയർ സെറ്റപ്പ്. ഏത് പ്രൊവിഷൻ്റെ അണ്ടറിലാണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ കൽക്കട്ട, മദ്രാസ്, ബോംബെ എന്നിവ ആരംഭിച്ചത്? ഏതാണ്? 1857 പ്രൊവിഷൻ അനുസരിച്ചാണ്. ഇനി ഓപ്ഷണൽ മൊഡ്യൂള് RB ആണ്, അത് കൾച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അതും 32 തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാളിദാസ് ഈസ് റിഗാർഡഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. കാളിദാസിനെ നമ്മൾ എങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തെ എന്തിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്? ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് പോയിറ്റ്. എന്തായിട്ടാണ്? ക്ലാസിക്കൽ സംസ്കൃത കവിയായിട്ടാണ് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി വേദാസ് ആർ റിട്ടൺ ഇൻ. വേദങ്ങൾ രചിച്ചിരുന്നത് ഡാഷ് എന്തിലാണ്? സാൻസ്ക്രിറ്റിലാണ്, സംസ്കൃതത്തിലാണ്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ കാശ്മീരി പോയിറ്റ് വാസ് ഡാഷ്. വൺ ഓഫ് ദി ഏർലിയസ്റ്റ്, ഏറ്റവും ഒരു പഴയതും അതുപോലെ അതായത് പഴയ കാലത്തുള്ളതും ബെസ്റ്റ് നോൺ നന്നായിട്ട് അറിയപ്പെടുന്നതുമായിട്ടുള്ള കാശ്മീരി പോയിറ്റ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ലാൽ ദത്ത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ലാൽ ദത്ത് എന്നാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി, 2 മാർക്കിനാണ്. ഇൻ വിച്ച് ഇയർ ഷാജഹാൻ ബിഗാൻ ടു കൺസ്ട്രക്ഷൻ ഓഫ് ദി താജ്മഹൽ. ഏത് വർഷമാണ് ഷാജഹാൻ എന്ത് പണി കഴിപ്പിക്കാൻ ആരംഭിച്ചത്? താജ്മഹൽ 1632 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് ദിൽവാര ജെയിൻ ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ്. ഏത് സ്റ്റേറ്റിലാണ്, ഏത് സംസ്ഥാനത്താണ് ദിൽവാര ജെയിൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാൻ. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മധുബാനി പെയിൻറ്റിങ്സ് ആർ റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്. മധുബാനി പെയിൻറ്റിങ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? എവിടെയാണ്? ബീഹാർ. എവിടെയാണ്? ബീഹാറുമായിട്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ആന്ത്രോപോളജി ലിറ്ററലി മീൻസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് വേറാസ് ആർക്കിയോളജി മീൻസ് ദി സ്റ്റഡി ഓഫ് ഡാഷ്. ആന്ത്രോപോളജി ഏതിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, മനുഷ്യനെക്കുറിച്ചും മനുഷ്യജീവികളെക്കുറിച്ചും മനുഷ്യൻ്റെ സംസ്കാരത്തെക്കുറിച്ചും എല്ലാം പഠിക്കുന്നതാണ് നരവംശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി. അങ്ങനെയാണെങ്കിൽ ആർക്കിയോളജി എന്ന് പറയുമ്പോഴോ പുരാവസ്തു ശാസ്ത്രം. ആർക്കിയോളജി മീൻസ് ദി സ്റ്റഡി ഓഫ് മെറ്റീരിയൽ റിമൈൻസ്, അതായത് നമ്മുടെ അവശിഷ്ടങ്ങളുണ്ടല്ലോ. അവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ
അവശേഷിക്കുന്ന സാധനങ്ങളെയൊക്കെ കുറിച്ച്, വസ്തുവകകളെയൊക്കെ കുറിച്ച്, അതാണ് മെറ്റീരിയൽ റിമൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. 35-ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. റിച്വൽസ് ആർ പാർട്ട് ഓഫ് അവർ ഡാഷ്. റിച്വൽസ് എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ. നമ്മൾ ആചാരങ്ങളൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? പാർട്ട് ഓഫ് അവർ, നമ്മുടെ ഏതിൻ്റെ ഭാഗമാണ്? കൾച്ചർ, സംസ്കാരത്തിൻ്റെ ഭാഗമാണ് റിച്വൽസ്, ആചാരങ്ങൾ. റിച്വൽസ് ആർ പാർട്ട് ഓഫ് അവർ കൾച്ചർ. 2-ാമത്തെ ക്വസ്റ്റ്യൻ, ദി തീംസ് ഇൻ അജന്ത ആർ ഡ്രോൺ ഫ്രം ദി ലൈഫ് ഓഫ്. അജന്ത തീംസ്, അജന്തയിലെ തീംസ് ഏത് ജീവിതത്തെയാണ്, ആരുടെ ജീവിതത്തെയാണ് നമുക്ക് വരച്ച് കാട്ടുന്നത് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നത്? ബുദ്ധ. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ, ദി ബെസ്റ്റ് നോൺ മിനിയേച്ചർ പെയിൻറ്റിംഗ് ഓൺ ജൈന റിലീജിയൻ ആൻഡ് ഫിലോസഫി ഈസ്. അതായത് ജൈനന്മാരുടെ മതത്തെയും തത്വങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്ന ബെസ്റ്റ് നോൺ, അറിയപ്പെടുന്ന ഏറ്റവും നല്ല എന്താണ് മിനിയേച്ചർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ പേരാണ് ത്രിലോക്യ ദീപിക. ത്രിലോക്യ ദീപിക എന്നാണ് അതിൻ്റെ പേര്. 36-ാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ്. അതെന്താണ്? ലിസ്റ്റ് ദ 2 മേജർ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് വെയർ കോമൺ ഇൻ ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ കാലഘട്ടത്തിലെ 2 എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞുതരാം. 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളവയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. 37-ാമത്തതും അതുപോലെ തന്നെയാണ്. എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് വെയർ സീൻ ഇൻ ദി പെയിൻറ്റിംഗ് ഡ്യൂറിങ് ദി റെയിൻ ഓഫ് ജഹാംഗീർ. ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് എന്ത് ചെയ്ത കാണപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ചേഞ്ചസ്, എന്തെല്ലാം മാറ്റങ്ങളാണ് പെയിൻറ്റിങ്ങിൽ, അല്ലേ, എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാനാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 2 ഫീച്ചേഴ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. മിഡീവൽ പീരീഡിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ്. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യാം, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ 38-ാമത്തെ ക്വസ്റ്റ്യൻ, അഹമ്മദ് ഷാ, അദ്ദേഹം ഒരു എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, നല്ലൊരു ഭരണകർത്താവായിരുന്നു. അതിനെക്കുറിച്ച് 2 റീസൺസ് എഴുതാൻ, 2 കാരണങ്ങൾ എഴുതാനാണ്. പിന്നെ ടോക്കൺ കറൻസിയെക്കുറിച്ച് എഴുതാനാണ്. ഇതെല്ലാം പറഞ്ഞു തരാം. 39-ാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റായ്, അദ്ദേഹം ഉയർത്തിയ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ്, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തി എന്തിനൊക്കെ ആയിരുന്നു എന്നുള്ളത്. ക്യൂബിസം എന്താണ്? 40-ാമത്തെ എക്സ്പ്ലെയിൻ ക്യൂബിസം. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ, അല്ലെങ്കിൽ ആ 40-ൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ഡിസ്ക്രൈബ് ദി സ്റ്റാറ്റസ് ഓഫ് ഫോക്ക് ട്രഡീഷൻസ് ഡ്യൂറിങ് 20th സെഞ്ച്വറി. 20-ാം നൂറ്റാണ്ടിലെ ഫോക്ക് ട്രഡീഷനെ കുറിച്ച് എഴുതാനുണ്ട്. 41-ാമത്തേത്, ക്ലാസിഫൈ ദി ടാക്സേഷൻ സിസ്റ്റം അണ്ടർ ദി ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിലെ ടാക്സേഷൻ, നികുതി സമ്പ്രദായത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു, സൽത്തനേറ്റ് എന്നാണോ സുൽത്താനേറ്റ് എന്നല്ലേ പറയാനുള്ളതെന്ന്. നമ്മൾ സൽത്തനേറ്റ് എന്നാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത്. നമ്മൾ പറഞ്ഞ് അതിനെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ 6-ാം ക്ലാസ്സിലെ 7-ാം ക്ലാസ്സിലെയൊക്കെ ടെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം, സൽത്തനേറ്റ് ഭരണമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ സൽത്തനേറ്റ് എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ സുൽത്താനേറ്റ് എന്ന് പറഞ്ഞ് ശീലിച്ചു പോയതാണ്. ഓക്കെ, നെക്സ്റ്റ് 41-ാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ എന്താണ്? ജിയോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, നമ്മുടെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥപരവുമായിട്ടുള്ള ഘടകങ്ങൾ ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദി ക്ലോത്തിങ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ. നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനാണ്. 42-ാമത്തെ ക്വസ്റ്റ്യൻ, ഹാരപ്പൻ ജനതയുടെ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. 43-ാമത്തേത്, അലാവുദ്ദീൻ ഖൽജിയുടെ മാർക്കറ്റ് കൺട്രോൾ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പോളിസി ഓഫ് മാർക്കറ്റ് കൺട്രോൾ, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസിലൂടെ പറഞ്ഞുതരാം. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ടീച്ചിങ്സ് ആൻഡ് ഫിലോസഫി ഓഫ് ഗുരുനാനാക്ക് ദേവ്ജിയുടെ ടീച്ചിങ്സും ഫിലോസഫിയും എഴുതാനായിട്ടാണ്. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഭക്തി സന്യാസിമാർ, നോർത്ത് ഇന്ത്യയിൽ ഭക്തി സന്യാസിമാർ, അവരുടെ ടീച്ചിങ്സിനെ കുറിച്ച്. പിന്നെന്താണ്? 45-ാമത്തേത്, ഗാന്ധി ഇർവിൻ പാക്റ്റ്, അതിലെ 4 ടേംസിനെ കുറിച്ച് എഴുതാൻ. തൊട്ടടുത്ത് സ്വദേശി മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഏതെഴുതാൻ നമുക്ക്, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് എഴുതാനായിട്ട്. പിന്നെന്താണ്? ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി കോൾഡ് വാർ, അല്ലേ, ശീതസമരത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ. അത് കഴിഞ്ഞ് ട്രൂമൻ ഡോക്ട്രൈൻ എന്താണെന്ന്. പിന്നെന്താണ്? കൾച്ചർ എന്താണ്, അതിൻ്റെ കമ്പോണൻസ് എഴുതാനുണ്ട്. 48-ാമത്തെ ക്വസ്റ്റ്യൻ, ഫെയിലൂർ ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857, അതായത് കോസസ് ഓഫ് ദി ഫെയിലൂർ, 1857 വിപ്ലവത്തിൻ്റെ പരാജയ കാരണങ്ങൾ. അല്ലെങ്കിൽ ഏതെഴുതാം? ഇതൊക്കെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതല്ലെങ്കിൽ ഏതെഴുതാം?
ഡിസ്ക്രൈബ് ദി നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഏർലി റെസിസ്റ്റൻസ്. ആദ്യകാല ചെറുത്തുനിൽപ്പില്ലേ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എഴുതാനായിട്ടാണ്. 49ാമത്തേത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ എങ്ങനെയാണ് അതിനെ സ്വാധീനിച്ചതെന്ന്. അല്ലെങ്കിൽ ഏതെഴുതാം, അൺലെസ് ദി പ്രൈമറി ഇഷ്യൂസ് ഓഫ് കൺസേൺ ടേക്കപ്പ് ബൈ ദി ഏർലി നാഷണലിസ്റ്റ്. ആദ്യകാല ദേശീയ നേതാക്കന്മാർക്കിടയിലുണ്ടായിരുന്ന പ്രധാന പ്രശ്നങ്ങളില്ലേ അതിനെക്കുറിച്ചൊക്കെ എഴുതാനാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ മാനിസബ് സിസ്റ്റം. മുഗൾ ഭരണകാലത്തെ എക്സ്പ്ലെയിൻ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മാനിസബ്ദാരി സിസ്റ്റം. അതാണ് മാനിസബ് സിസ്റ്റം. അല്ലെങ്കിൽ ഏതെഴുതാം, മുഗൾ ടാക്സേഷൻ സിസ്റ്റം എഴുതാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണ്, 50ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കൾച്ചർ. കൾച്ചർ എന്താണെന്ന് എഴുതാനും അതുപോലെ തന്നെ ഹൗ ഡു കൾച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെയാണ് കൾച്ചേഴ്സ് എന്ത് ചെയ്താൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതും 5 മാർക്കിൻ്റേതാണ്. മ്യൂസിക് ആസ് എ വെഹിക്കിൾ ഓഫ് കൾച്ചർ, അല്ലെങ്കിൽ അതെഴുതാം. മ്യൂസിക് എന്ന് പറയുന്നത് വെഹിക്കിൾ ഓഫ് കൾച്ചർ, അത് 5 മാർക്കാണ്. പിന്നെ എന്താണ്, മാപ്പ്. ഇതിലെ മാപ്പ് 51ാമത്തെ ക്വസ്റ്റ്യനിൽ മാപ്പ് കൊടുത്തേക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സൈറ്റ് അടയാളപ്പെടുത്താനായിട്ടാണ്. ഓക്കെ, ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിസ്റ്ററി ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മാപ്പിൻ്റെ 2 വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഏകദേശം നമുക്ക് ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളും എവിടെയാണ് വരുന്നതെന്നൊരു ഏകദേശ ധാരണയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, മാപ്പ് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ.